ഈ ബോക്സിനകത്തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതിന്റെ ക്യാമറ അസാധ്യമായ പെർഫോമൻസ് ആണ്, ഒന്നും പറയാനില്ല. കാരണം വിവോ എന്ന ബ്രാൻഡിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് മൊബൈൽ ഇതുവരെയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള ഒരു കിഡിലൻ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. മാത്രമല്ല ഇതിപ്പോൾ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസും ഡീറ്റെയിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ബോക്സിനകത്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ കിഡിലൻ ആയിട്ടുള്ള ഫോണാണ് ആദ്യം തന്നെ കാണാനായിട്ട് പറ്റുന്നത്. ഒരു ടൈറ്റാനിയം സിൽവർ കളറോട് കൂടിയായിട്ടുള്ള ഒരു വേരിയൻ്റാണ് എൻ്റെ പക്കലുള്ളത്. അപ്പോൾ ഈ ഒരു ഫോൺ ഏറ്റവും മോസ്റ്റ് ടോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. ഇതിൻ്റെ പിറകിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ബമ്പ് തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു DSLR ക്യാമറ തരുന്ന അതേ പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ തരുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ മോഡലാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ നമുക്ക് ടെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ക്വിക്കായിട്ട് കാണാം. അതിനു മുമ്പ് നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ഗോ. സ്റ്റൈൽ ആൻഡ് ഡിസൈനിലാണ് വിവോ ഒരു ഫോൺ പുറത്തിറക്കിയിട്ടുള്ളത്. UI അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ ഇന്റർഫേസ് എല്ലാം വളരെ സ്മൂത്ത് ആണ് കേട്ടോ. പിറകിലായിട്ട് നമുക്ക് ആ ഒരു ക്യാമറ സെറ്റപ്പ് ഒക്കെ കാണാനായിട്ട് പറ്റും. നല്ല സ്റ്റൈൽ ആൻഡ് ഡിസൈനിലാണ് അതും വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് വിവോയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കർവും കാര്യങ്ങളൊക്കെ നമുക്ക് പിടിക്കാൻ നല്ല സുഖമുള്ള രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു എഡ്ജൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഫീൽ ഗുഡ് കിട്ടുന്നുണ്ട് കയ്യിൽ പിടിക്കുന്ന സമയത്ത് തന്നെ. മെയിൻ യൂണിറ്റിനെ കൂടാതെ നമുക്ക് ഇത്തരത്തിലൊരു കേസ് കിട്ടുന്നുണ്ട്. മാത്രമല്ല സിം എജക്ടർ ടൂൾ ഉണ്ട്. പിന്നെ കുറച്ച് പേപ്പർ വർക്ക് ഒക്കെ വരുന്നുണ്ട്. ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിലൊരു ചാർജറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പോർട്രേറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ആയിട്ട് ഇതൊരു മോഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് റീൽസിൻ്റെ ഒക്കെ കാലഘട്ടം ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ ഈ ഒരു മോഡ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. ഒന്ന് സൂം ചെയ്ത് നോക്കിയാണ്ടല്ലേ, എന്താ ക്ലാരിറ്റി അല്ലേ, ഒന്നും പറയാനില്ല മക്കളെ. നല്ല കിഡിലും ക്ലാരിറ്റി കേട്ടോ. ഞാനിപ്പോൾ ഇത് സൂം ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ ഈ ഫോട്ടോ. പൊന്നെ എന്താ ക്ലാരിറ്റി അല്ലേ. പിന്നെ ഈ ഒരു ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഈ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടും കേട്ടോ. 100% ഷുവറാണത്. ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ തോന്നും നമുക്ക്. കണ്ടില്ലേ, പാടത്തും പറമ്പിലൊക്കെ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനായിട്ട് തോന്നും. നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റി ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇതിൽ ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഫിൽറ്ററിൻ്റെ അല്ലെങ്കിൽ എഡിറ്റിംഗ് ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുക്കുക ആൻഡ് യു ക്യാൻ പോസ്റ്റ് ഇറ്റ്. കാരണം അത്രക്കും നല്ല ഔട്ട്കമാണ് ഈ ഒരു ഫോണിലൂടെ നമുക്ക് കിട്ടുന്നത്. വിവോ X200ന്റെ ഇമേജിംഗ് കപ്പാസിറ്റി പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനുള്ള അസാധ്യമായ പെർഫോമൻസ് ആണ് ഈ ഒരു മോഡൽ നമുക്ക് നൽകുന്നത്. മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള 200 മെഗാ പിക്സലിന്റെ Zeiss APO ടെലിഫോട്ടോ ക്യാമറ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇൻഡസ്ട്രി ഫസ്റ്റ് സൂപ്പർ ലാൻഡ്സ്കേപ്പ് മോഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് Sony LYT-818 സെൻസർ ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. ഓൾസോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള Vivo V3 ഇമേജിംഗ് ചിപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് എൽസ് യു നീഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് നല്ല കിഡിലൻ ഇമേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി പറ്റി ഒന്നും പറയാനുള്ള അസാധ്യമായ പെർഫോമൻസ് ആണ് ഇമേജസിൽ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചേഴ്സ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഫോട്ടോഗ്രാഫിയിൽ മാത്രമല്ല പെർഫോമൻസിലും ഇതൊരു കിങ് തന്നെയാണ്. ഡ്യുവൽ ഫ്ലാഗ്ഷിപ്പ് ചിപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല 6000 mAhന്റെ ബാറ്ററി പവറും ഇതിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്ററി ഈ ഒരു ഫോൺ നമുക്ക് നൽകുന്നുണ്ട്. ഫ്ലാഷ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ ഇതിന്റെ കർവെല്ലാം നല്ല പോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, നല്ല കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിൽ ഒതുങ്ങുന്ന ഒരു എന്താ പറയുക കർവെല്ലാം അത്തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഓവറോൾ ലുക്കും എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് ആ ഒരു വിവോയുടെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ബമ്പും വളരെ ബൾക്കി ആയിട്ടുള്ള ബമ്പും കാര്യങ്ങളൊന്നും അല്ല. ഒരു പ്രൊഫഷണൽ ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. മാത്രമല്ല എക്സ്ട്രീം കോൾഡ് റെസിസ്റ്റൻസും ഈ ഒരു ഫോൺ നമുക്ക് നൽകുന്നുണ്ട്. IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഇതിൽ വന്നിട്ട് ഫൺ ടച്ച് OS 15 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ആൻഡ്രോയിഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ 3 വർഷത്തേക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഏകദേശം 5 വർഷത്തേക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിന് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മോഡലാണിത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിലും അവൈലബിൾ ആണ്. AI ഫീച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പക്കലുള്ളത് ടൈറ്റാനിയം കളറാണ്. ഈ ഒരു കളർ മാത്രമല്ല നിങ്ങൾക്കൊരു ബ്ലാക്ക് കളർ വേരിയന്റ് അവൈലബിൾ ആണ്. മറ്റൊരു ബ്ലൂ കളറിലും ഇത് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു ടൈറ്റാനിയം കളർ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് വേരിയന്റും അവൈലബിൾ ആണ്. ഈ ഒരു ടൈറ്റാനിയം വേരിയന്റ് കുറച്ച്
എന്താ പറയുക, വെയിറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്, കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലായിരിക്കും. ആ ഒരു ബ്ലാക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവ് കൂടുതലൊന്നും പറയാനില്ല, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് FunTouchOS 15 ആണ്. ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് ആൻഡ്രോയിഡ് 15 തന്നെയാണ്. മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കുറേ അപ്ഡേറ്റ്സ് ഒക്കെ ബ്രാൻഡ് നമുക്ക് പ്രോമിസ് നൽകുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, ഒരു 2-3 മേജർ അപ്ഡേറ്റ്സും ബ്രാൻഡ് നമുക്ക് പ്രോമിസ് നൽകുന്നുണ്ട്. ചാർജിംഗ് പവറിനെ പറ്റി പറയുകയാണെങ്കിൽ 90 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജ് ആണ് നമുക്ക് നൽകുന്നത്. വളരെ ക്വിക്കായിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. 30 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. നല്ല സ്റ്റൈൽ ആൻഡ് ഡിസൈനിലാണ് വിവോ ഒരു ഫോൺ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിന്റെ തിക്നെസിനെ പറ്റി പറയുകയാണെങ്കിൽ 8.49 mm ആണ് വരുന്നത്. ലെങ്ത് വരുന്നത് 162.36 mm ആണ്. വിഡ്ത്ത് വരുന്നത് 75.95 mm ആണ്. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഒരു കിഡിലൻ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ക്യാമറ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. സോ അതിനെപ്പറ്റി ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും കൊടുക്കുന്ന ആ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും വർത്തായിട്ടുള്ള ഒരു കിഡിലൻ ഫോൺ തന്നെയാണ് വിവോ X200 Pro. വിവോയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഇതിന്റെ പ്രൈസും ഓഫറെല്ലാം ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിലും താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. മാത്രമല്ല ആമസോണും ഫ്ലിപ്കാർട്ടിലെല്ലാം കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഫർ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോംസിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിനെയും ലിങ്ക് ഡീറ്റെയിൽ താഴെ തന്നിട്ടുണ്ട്. ചെക്ക് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.